ഹലോ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലീഫ് വിത്ത് ശ്രുതി. മത്തി പൊരിച്ചത് കൊണ്ട് ഒരു സിമ്പിൾ എന്നാൽ നല്ല ടേസ്റ്റി ആയ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയാലോ? അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് 1 ടേബിൾ സ്പൂണോളം എണ്ണ നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ 2 മീഡിയം സൈസ് സവാള ചേർക്കാം. ശേഷം 10-20 ചെറിയ ഉള്ളിയും നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതുപോലൊന്ന് വഴന്നു വന്നാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. കൂടെ ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അല്പം ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം ഒരു 2 നല്ല പഴുത്ത തക്കാളി ചെറുതായി കഷ്ണങ്ങളാക്കി ചേർക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ശേഷം ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് തക്കാളി വേവാൻ വെക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് മീൻ ചേർക്കണം. പൊരിച്ച മത്തി അതിൻ്റെ മുള്ളിൽ നിന്ന് മാറ്റി ഇതുപോലെ ചെറു കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ചേർക്കാം. വീട്ടിൽ ബാക്കി വന്ന മത്തിയെല്ലാം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ ഒരു വെറൈറ്റി ഡിഷ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയും മത്തിയും എല്ലാം കൂടെ നന്നായിട്ട് ഒരുമിച്ച് ചേർന്ന് വരണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മത്തിയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് ഒരുമിച്ച് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒന്നിളക്കിയ ശേഷം നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഒരു ഏകദേശം 1/2 ടീസ്പൂണോളം ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തി റോസ്റ്റ് തയ്യാറായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിൽ ബാക്കി വന്ന മത്തിയെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള റെസിപ്പീസ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.